ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പതാ നിങ്ങളിന്ന് കാണുന്നില്ലേ ഒരു വിദ്യാലോകം എന്ന് പറഞ്ഞൊരു സ്ഥലം. അതായത് പുതിയ കാലത്ത് പഴയ ലോകത്തിലേക്ക്, പഴയ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് പോയാലോ? വെൽക്കം ടു വിദ്യാലോകം. ഒരു 70-80 കാലഘട്ടത്തിൽ തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പിലാവ് എന്ന സ്ഥലം എങ്ങനെയായിരുന്നോ അത് അങ്ങനെ തന്നെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ വിദ്യാലോകം എന്ന റെസ്റ്റോറൻറ്റ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ കേട്ടോ ഭയങ്കര നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടാലോ? ഈ വിദ്യാലോകത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ? റോഡുകൾ, കടകൾ, ചായക്കട, പലചരക്ക് കട, ഔഷധക്കട, സിനിമ ടാക്കീസ്, ക്ലബ്ബ് എന്നിങ്ങനെ പഴയകാല ഓർമ്മകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. ആ ഒരു 70-80s കാലഘട്ടത്തിലെ പെരുമ്പിലാവ് അത് തന്നെയാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, അതായത് ഈ റിക്രിയേഷൻ ഇത് പുനഃസൃഷ്ടിച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മുടെ ഫേമസ് ഫിലിം ആർട്ട് ഡയറക്ടർ അജീം ചാലിശ്ശേരി ആണ് ഈ ഒരു കലാവിരുന്ന് ഇവിടെ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അത് എത്ര പറഞ്ഞാലും എന്താ പറയാ മതി വരാത്തൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, അജീം ചാലിശ്ശേരി എന്ന് പറഞ്ഞ ആളെ കൂടുതലും നമ്മളെല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് എനിക്ക് തോന്നുന്ന മഞ്ഞുമൽ ബോയ്സിന്റെ ഗുണ കേവ് സെറ്റ് ക്രിയേറ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ അജയൻ ചാലിശ്ശേരി എന്ന കലാപ്രതിഭ അറിയുന്നത്. ഫിലിം ആർട്ട് ഡയറക്ടർ അജയൻ ചാലിശ്ശേരിയുടെയും ഓണർ വിദ്യാമണി ചേട്ടന്റെയും 2 വർഷത്തെ കഠിന പ്രയത്നമാണ് ഈ വിദ്യാലോകം എന്ന റെസ്റ്റോറന്റ്. സത്യത്തിൽ തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ടാണ്. അതായത് നമുക്ക് അവിടെ ചെന്നാൽ പഴമയുടെ ആംബിയൻസിൽ പുതുമയുടെ രുചി ആസ്വദിക്കാം. പഴയ പാട്ടുകളൊക്കെ കേട്ട് നല്ല വൈബായിട്ട് അവിടെ ഇരുന്ന് നല്ല ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയ. സമയം തുടങ്ങുന്നത് റെസ്റ്റോറൻറ്റ് ടൈം ഈവനിങ് 5 to 11 മണിയാണ് കേട്ടോ. സത്യത്തിൽ ഞാൻ നിയാസ് ഒരു റീൽസ് കണ്ടിട്ടാണ് ഇത് അറിയുന്നത്, ഇങ്ങനൊരു സ്പോട്ട്. ഞങ്ങളൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയൊരു സ്ഥലമാണ്, അങ്ങനെ അതിനു വേണ്ടിയിട്ട് പോയതല്ല. പെട്ടെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നി, അവിടം വരെ പോയപ്പോൾ ഇവിടെ ഒന്ന് കയറാമെന്ന് കരുതിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് ഇവിടെ ഒക്കെ കയറിയിട്ട് അവിടെ എല്ലാം ഫോട്ടോസ് എടുക്കാനും അതിനൊന്നും ഒരു തടസ്സമല്ല. കാരണം എല്ലാവരും വരുന്നത് ചായ കുടിക്കാനൊന്നുമല്ല, ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ്. ശരിക്കും ഒരു ഈവനിങ് 7 മണിക്ക് ശേഷമാണ് ഇവിടുത്തെ നൈറ്റ് വൈബാണ് കൂടുതലും. ലൈറ്റ്സും ഫോഗൊക്കെ ഇട്ടിട്ടുള്ള നൈറ്റ് വൈബാണ് അടിപൊളി. ഈ റെസ്റ്റോറൻറ്റ് ഏരിയൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഒരു വാട്ടർഫോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി അത് ഒരു തണുപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ എപ്പോഴും അതിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈവനിങ് ആകുമ്പോൾ ഫോഗൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് കാണാം. അതൊക്കെ ഒക്കെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തേക്കുന്നതാണ്. പക്ഷെ അത് നമുക്ക് കാണുമ്പോൾ അത് എൻജോയ് ചെയ്യുമ്പോഴാണ് ആ വൈബ് നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. അല്ല, ആരായി നിൽക്കുന്നത് നോക്ക്, വി ആർ നോട്ട് ദ ഗേൾസ്, നമ്മുടെ ജയൻ ചേട്ടൻ. അപ്പോൾ ഇതൊരു സിനിമ ടോക്കീസ് ആണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിന്റെ ഫ്രണ്ടിൽ പണ്ടത്തെ തിയേറ്റർ എങ്ങനെയായിരുന്നു അതിന്റെ ആ ഒരു മോഡിഫിക്കേഷൻ ഒക്കെയാണ് ആ കാണുന്നത്. രസമുണ്ട്. ആ തിയേറ്ററിന്റെ ഫ്രണ്ടിലാണ് ജയന്റെ മാത്രമല്ല നസീർ സാറിന്റെയും ഷീലാമ്മയുടെയും എല്ലാവരുടെയും പഴയ കാലത്ത് സിനിമയുടെ എല്ലാ പോസ്റ്റേഴ്സും അവിടെ നമുക്ക് കാണാൻ പറ്റും. നിയാസ് ജയൻ ചേട്ടനെ കണ്ടപ്പോൾ നിയാസിനൊന്ന് അവിടെ പോയിട്ടൊന്ന് പോസ് ചെയ്യണമെന്ന്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്തൊക്കെയോ ഡയലോഗ് പറഞ്ഞിട്ടോ, അത് വീഡിയോയിലിടാം. ഞാൻ എന്താ ഭാവന ടൈലേഴ്സിലേക്ക് ഒന്ന് പിടിച്ച് കയറുകയാണ്. ആക്ച്വലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. പക്ഷെ അത്ര ക്ലിയർ അല്ല, അവിടെ നല്ല ഇരുട്ടായതുകൊണ്ട് വീഡിയോ അത്ര ക്ലിയർ ആയിട്ട് തോന്നുന്നില്ല. ഞാനവിടെ അവിടുത്തെ സ്റ്റാഫ് അവരതിൽ പാസ് ചെയ്തപ്പോൾ ന്യൂസിൻ്റെ ഫോട്ടോ എടുക്കുന്നു. പിന്നെ അവരോട് പൊക്കോളൂ എന്നുള്ളൊരു സിഗ്നൽ കൊടുത്തതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. കുറച്ച് 1-2 ഫോട്ടോസ് കിട്ടി, കുഴപ്പമില്ലാതെ. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാൻ കയറി ടീ ഷോപ്പിലേക്ക്. ആക്ച്വലി ഞങ്ങൾ ജസ്റ്റ് ഒരു ചായയും പിന്നെ ഒരു സ്നാക്സേ കഴിച്ചിട്ടുള്ളൂ. അവിടുത്തെ ഭയങ്കര സ്പെഷ്യൽസ് കുറേ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഓൾറെഡി ഹെവി ഫുഡ് കഴിച്ച് വയറ് ഫുൾ ആയത് കൊണ്ടിട്ട് വേറൊരു ദിവസം വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു.
ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ നായകനെ കാണുന്നത്. അതായത് ആ കലാസൃഷ്ടിയെ കാണുന്നത് അജയൻ ചാലിശ്ശേരി. ആക്ച്വലി നമ്മൾ ജസ്റ്റ് പോകുമ്പോൾ പുള്ളി അവിടെ ഉണ്ടായത് കാര്യം നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. അതിന്റെ ഇപ്പുറത്ത് നിൽക്കുന്നതാണ് വിദ്യാമണി ചേട്ടൻ, ഈ വിദ്യാലോകത്തിന്റെ ഓണർ. ഞങ്ങൾ അവരായിട്ട് കണ്ടതിലും ഒരുപാട് നേരം സംസാരിച്ചു. ഭയങ്കര സന്തോഷമായി. പുള്ളിയോട് ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചു. പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് ചോദിച്ചു. ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ റൈഫിൾ ക്ലബ്ബൊക്കെ പുള്ളിയുടെ ആർട്ടായിരുന്നു. സോ അങ്ങനെ പല വിശേഷങ്ങളും പറഞ്ഞു. ആക്ച്വലി പുള്ളിയുടെ വീട് ചാലിശ്ശേരി, അതായത് പാലക്കാട് ജില്ല, നമ്മുടെ അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ. തൃശ്ശൂർ, പാലക്കാട് ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള ജില്ലകളാണ്. അങ്ങനെ കുറെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തു. പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു. അങ്ങനെ ഒത്തിരി സന്തോഷം അങ്ങനെ ഒരാളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചതിലൊക്കെ. സോ ഗൈസ്, ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ അവരെ കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷമായി നിങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും പ്ലാൻ ചെയ്തിട്ട്. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കാറ് സർവീസിന് കൊടുത്തുകൊണ്ട് അത് വാങ്ങിക്കേണ്ടത് കൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതാണ്. പക്ഷെ നൈറ്റ് വൈബാണ് ഇവിടുത്തെ, അടിപൊളി. സോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.